You gotta be kidding me. ഗുഹകളെ സ്നേഹിച്ച ഒരു ബാലൻ. ആദ്യത്തെ ഗുഹാ പര്യവേഷണം നടത്തുമ്പോൾ അവന് വെറും 6 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വിജയവും സന്തോഷവും അവനെ തുടർന്നുള്ള കാലം മുഴുവൻ ഒരു ഗുഹാ പര്യവേഷകനായി മാറ്റുകയായിരുന്നു. കാലം കടന്നുപോയി. ഗുഹാ പര്യവേഷണത്തിലൂടെ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് പണസമ്പാദനം എന്ന ലക്ഷ്യത്തിലേക്കാണ് അവൻ എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു ദിവസം അത് സംഭവിച്ചു. ഗുഹകളെ സ്നേഹിച്ച ആ ചെറുപ്പക്കാരന്റെ ജീവൻ ഒരു ഗുഹ തന്നെ അപഹരിച്ചു. കെന്റുക്കിയിലെ മാമോത്ത് കേവ് നാഷണൽ പാർക്കിലെ സാൻഡ് കേവ് അങ്ങനെ ഒരു ദുരിതത്തിന്റെ ബാക്കി പത്രമായി മാറി. ഇത് സാൻഡ് കേവിന്റെ കഥയാണ്. സാൻഡ് കേവിൽ അകപ്പെട്ട് മരണം വരിച്ച ഫ്ലോയിഡ് കോളിൻസ് എന്ന വില്യം ഫ്ലോയിഡ് കോളിൻസിന്റെ കഥയാണ്. ഒരു കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ഗുഹാ അപകടത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും കഥയാണിത്. 17 ദിവസങ്ങളോളം ഗുഹയിൽ അകപ്പെട്ട് മരണമടഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയതിന്റെ കണ്ണീരിൽ കുതിർന്ന കഥയാണ് ഇത്. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കഥ, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആ അപകടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ജൂലൈ 20 കെന്റക്കിയിലെ ലോഗൻ കൗണ്ടിയിൽ ലീ കോളിൻസിന്റെയും മാർത്ത ജെയിൻ ബർണറ്റിന്റെയും മകനായിട്ടായിരുന്നു ഫ്ലോയിഡ് കോളിൻസ് എന്നറിയപ്പെടുന്ന വില്യം ഫ്ലോയിഡ് കോളിൻസിന്റെ ജനനം. കെന്റക്കിയിലെ ഗ്രീൻ നദിക്ക് അടുത്തുള്ള മാമോത്ത് ഗുഹയിൽ നിന്ന് ഏകദേശം 4 മൈൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കോളിൻസ് കുടുംബ ഫാമിലിയിലാണ് ഫ്ലോയിഡ് കോളിൻസ് ജനിച്ചത്. ചെറുപ്പം മുതലേ ഗുഹകൾ പര്യവേഷണം ചെയ്യുന്നതിലായിരുന്നു അവന്റെ ഹോബി. തദ്ദേശീയ അമേരിക്കൻ പുരാവസ്തുക്കൾ തേടി 6 വയസ്സുള്ളപ്പോൾ കോളിൻസ് ഗുഹകളിൽ പ്രവേശിക്കാൻ തുടങ്ങിയിരുന്നു. 1910 കോളിൻസ് ഫാമിൽ അവൻ ഡോങ്കീസ് ഗുഹ കണ്ടെത്തി. അത് അവൻ കണ്ടെത്തിയ ആദ്യത്തെ ഗുഹയായിരുന്നു. 1912 ഭൂഗർഭ ശാസ്ത്രജ്ഞനായ എഡ്മണ്ട് ടേർണർ പ്രദേശത്തെ ഗുഹകൾ കാണിക്കാൻ കോളിൻസിനെ നിയമിച്ചു. തൽഫലമായി 1912 ഡോസ്ലിയുടെ ഡോം ഗുഹയും 1915 ഗ്രേറ്റ് ഓണിക്സ് ഗുഹയും അവൻ കണ്ടെത്തുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലമായിരുന്നു അത്. ഗുഹാ പര്യവേഷണം വ്യാപകമായി കഴിഞ്ഞിട്ടില്ലാത്ത അവസരം. ഗുഹാ പര്യവേഷണം ലാഭകരമായ ഒരു ബിസിനസ്സാണ് എന്ന് ഇതിനകം ഫ്ലോയിഡ് തിരിച്ചറിഞ്ഞിരുന്നു. മാത്രവുമല്ല, ആ രംഗത്ത് മത്സരങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, ഗുഹാ ടൂറിസം ലാഭകരവും മത്സരാധിഷ്ഠിതവുമായ ഒരു ബിസിനസ്സും ആയിരുന്നു. എതിരാളികളായ ഗുഹ ഉടമകൾക്കിടയിലെ ആക്രമണാത്മകവും സംശയാസ്പദവുമായ രീതികൾ കാരണം ഗുഹായുദ്ധങ്ങൾ എന്ന് പോലും അക്കാലത്ത് അവ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. പുതിയ പുതിയ ഗുഹകൾ കണ്ടെത്താനാണ് ഫ്ലോയിഡ് ശ്രമിച്ചത്. ഈ അന്വേഷണത്തിൽ ഫ്ലോയിഡിന്റെ സഹോദരങ്ങളും പങ്കുചേർന്നിരുന്നു. ഗുഹകൾ കാണാൻ കൂട്ടത്തോടെ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. 1917 പിതാവിന്റെ കൃഷിഭൂമിയിൽ അവൻ ഒരു ഗുഹ കണ്ടെത്തിയത്. അതിന് അവൻ ക്രിസ്റ്റൽ ഗുഹ എന്നാണ് പേര് നൽകിയത്. അതുല്യമായ ഹെലിറ്റൈറ്റ് ജിപ്സം ഗുഹാരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഫ്ലോയിഡ് ഗുഹയെ വികസിപ്പിച്ചു. എന്നാൽ ആ ഗുഹയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഹൈവേയിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു ഈ ഗുഹ സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് സന്ദർശകർക്ക് അവിടെ എത്തിച്ചേരുക എന്നത് ഏറെ ദുഷ്കരമായിരുന്നു. തന്മൂലം ഹൈവേക്ക് സമീപം എവിടെയെങ്കിലും ഒരു ഗുഹ കണ്ടെത്താൻ അവൻ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയെങ്കിൽ സന്ദർശകർക്ക് കൂടുതലായി എത്തിച്ചേരാനും അതുവഴിയായി തങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും സാധിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവരുടെ ആ അന്വേഷണം അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് സാൻഡ് കേവിൽ ആയിരുന്നു. ബീസ്ലി ഡോയലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയായിരുന്നു അത്. സാൻഡ് കേവ് എന്ന് അവരതിന് പേരിട്ടു. മാമോത്ത് കേവ് പോലെയുള്ള മറ്റ് ഷോ ഗുഹകളിലേക്ക് പോകുന്നതിന് മുൻപ് യാത്രക്കാർക്ക് എളുപ്പത്തിൽ സാൻഡ് കേവ് കടന്ന് പോകാമായിരുന്നു. സാൻഡ് കേവ് പര്യവേഷണം ചെയ്യാനും ഗുഹ കാണിക്കാൻ യോഗ്യമാണെന്ന് തെളിഞ്ഞാൽ ലാഭം പങ്കിടാനും ഫ്ലോയിഡ് ബീസ്ലി ഡോയലുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഇനി ഗുഹകളെ കുറിച്ച് ചില വിവരങ്ങൾ പറയാം. പ്രധാനമായും എന്താണ് ഗുഹ എന്ന് മനസ്സിലാക്കിയിരിക്കണം. പ്രകൃതിദത്തമായും മനുഷ്യനിർമ്മിതമായും കാണപ്പെടുന്ന ഒരു ഭൂഭാഗ രൂപമാണ് ഗുഹകൾ.
മലകളിലോ പാറകളിലോ ഉണ്ടായിരിക്കുന്ന അകത്തേക്ക് നീളുന്ന പലപ്പോഴും ഇരുണ്ടതും ശീതളവുമായിരിക്കുന്ന ഗഹനമായ അന്തരീക്ഷമുള്ള സ്ഥലങ്ങളാണ് ഗുഹകൾ. മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഗുഹകൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ആദിമ മനുഷ്യൻ താമസിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു എന്നാണ് ചരിത്രം. പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രകൃതി ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനും ഗുഹകൾ അഭയകേന്ദ്രങ്ങളായിരുന്നു. ഫ്രാൻസിലെ ലാസ്കോക്സ് ഗുഹ, സ്പെയിനിലെ അൽതാമിറ ഗുഹ എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ ഗുഹാചിത്രങ്ങൾ മനുഷ്യർ അതിജീവനത്തിനായും സുരക്ഷിതത്വത്തിനായും അവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. ആടുകൾ, കാളകൾ, മനുഷ്യർ എന്നിവയുടെ ചിത്രം പല ഗുഹകളിലും കാണാം. ഈ ചിത്രങ്ങൾ ഓരോന്നും പ്രകൃതി ഉപാസനയെയും ആരാധനയെയും പ്രതിനിധീകരിക്കുന്നവയാണ്. പ്രാചീന ചിത്രകലയും അതിജീവനത്തിനുള്ള പോരാട്ടത്തിന്റെ ശാശ്വത സ്മാരകങ്ങളുമാണ് ഓരോ ഗുഹകളും എന്നതാണ് കരുതപ്പെടുന്നത്. ഇന്ന് ഗുഹകൾ സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ഗുഹകൾ ലോകമെമ്പാടും ടൂറിസത്തിന് തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ബോറ ഗുഹ, അമർനാഥ് ഗുഹ, എലിഫാന്റ ഗുഹകൾ എന്നിവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. അതേസമയം ചില ഗുഹകൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗങ്ങളുമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ അമേരിക്കയിലെ മാമോത്ത് കേവ് ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. ഈ കഥയുടെ ഭാഗം കൂടിയായ മാമോത്ത് കേവിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഗുഹാ സംവിധാനമാണ് മാമോത്ത് കേവ്. ഗുഹയുടെ മൊത്തം ദൈർഘ്യം 685 കിലോമീറ്ററിന് മുകളിലാണ്. ഇതുവരെ ലോകത്തിലെ മറ്റൊരു ഗുഹയും ഇത്ര വലുതോ വ്യാപകമായ രീതിയിലോ കണ്ടെത്തിയിട്ടില്ല. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് പ്രകൃതിദത്തമായി രൂപപ്പെട്ടതാണ് ഈ ഗുഹ. വിനോദസഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് മാമോത്ത് കേവ്. നമുക്ക് വീണ്ടും ഫ്ലോയിഡിലേക്കും സാൻഡ് കേവിലേക്കും തിരികെ വരാം. മാമോത്ത് കേവിന് സമീപമായിട്ടാണ് സാൻഡ് കേവ് കണ്ടെത്തിയിരിക്കുന്നത്. മാമോത്ത് കേവിൽ നിന്ന് സാൻഡ് കേവിലേക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിയുമോ എന്നതായിരുന്നു ഫ്ലോയിഡിന്റെ അന്വേഷണം. 1925 ജനുവരി 30-നാണ് ഫ്ലോയിഡ് ആദ്യമായി സാൻഡ് കേവിൽ പ്രവേശിച്ചത്. ഒരു മണ്ണെണ്ണ വിളക്കുമായിട്ടായിരുന്നു അയാൾ അകത്തേക്ക് കയറിയത്. വളരെ കുടുസായ ഒരു ഗുഹയായിരുന്നു അത്. ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ, എന്ന് മാത്രമല്ല നിവർന്ന് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒന്നായിരുന്നു അത്. മുന്നോട്ട് പോകും തോറും വഴി ചെറുതായി വന്നു. എന്നിട്ടും തോറ്റു പിന്മാറാൻ അയാൾ തയ്യാറായില്ല. ഗുഹയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്നായിരുന്നു അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. ഇടുങ്ങിയ വഴികൾ പിന്നിട്ട് അയാൾ ഒടുവിൽ എത്തിച്ചേർന്നത് അതിലും ചെറിയ ഒരു സ്ഥലത്ത് ആയിരുന്നു. ഏകദേശം 9 ഇഞ്ച് മാത്രമായിരുന്നു അതിന് വ്യാസം ഉണ്ടായിരുന്നത്. സാധാരണ ആളുകൾ അവിടെ എത്തിയിട്ട് തിരികെ പോരുകയേ ഉള്ളൂ. എന്നാൽ തൻ്റെ ഉള്ളിലെ സാഹസികത അതിനപ്പുറത്തേക്ക് എങ്ങനെയും കടക്കാനാണ് ഫ്ലോയിഡിനെ പ്രേരിപ്പിച്ചത്. ഇഴഞ്ഞും മുട്ടുകുത്തിയും എന്തെല്ലാമോ രീതിയിൽ മുന്നോട്ടു പോകാൻ അയാൾ ശ്രമിക്കുകയുണ്ടായി. കൂർത്ത കല്ലുകൾ ഇരുവശങ്ങളിലും അയാളെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അയാൾ ഗൗനിച്ചതേയില്ല. ഇതുപോലെ എത്രയോ ഗുഹകൾ താൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടായിരുന്നു അയാൾക്ക്. 46 മൈൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും അയാൾ. ആ സമയത്താണ് അയാൾ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. തൻ്റെ കയ്യിലെ മണ്ണെണ്ണ വിളക്കിലെ എണ്ണ വറ്റി തുടങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ട് പോവുക അസാധ്യമാണ്. കാരണം ഗുഹയിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ ഭീകരമാണെന്ന് അയാളെ അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിളക്ക് കെടും മുൻപ് തിരികെ പോവുക തന്നെ എന്ന് അയാൾ തീരുമാനിച്ചു. മുൻപത്തേക്കാൾ ഏറെ വേഗതയിൽ അയാൾ തിരികെ നടക്കാൻ ആരംഭിച്ചു. പക്ഷേ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അയാളുടെ കയ്യിലിരുന്ന വിളക്ക് എങ്ങനെയോ താഴെ വീണ് പൊട്ടിച്ചിതറുകയുണ്ടായി. ഗുഹയിൽ അന്ധകാരം വ്യാപിച്ചു. അത് തൻ്റെ ജീവിതത്തിന് മീതെ മുഴുവനുമുള്ള അന്ധകാരമായി തീരുമോ എന്ന് അയാൾ ഭയന്നു. അയാൾ ഭയന്നതുപോലെ തന്നെയാണ് പിന്നീടുള്ള കാര്യങ്ങൾ എല്ലാം സംഭവിച്ചത്. എന്നിട്ടും തോറ്റുകൊടുക്കാൻ അയാളിലെ സാഹസികൻ തയ്യാറായില്ല. മനോധൈര്യം നഷ്ടപ്പെടാതെ അയാൾ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് മറ്റൊരു ദുരന്തം അയാളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞു പതിച്ചത്. ഇളകിയിരുന്ന വലിയൊരു പാറകഷ്ണം അയാളുടെ കാലിലേക്ക് വന്ന് വീഴുകയുണ്ടായി. ഫ്ലോയിഡിന്റെ നിലവിളികൾ കൊണ്ട് ഗുഹ നിറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് കാല് ചലിപ്പിക്കാനോ കല്ല് നീക്കാനോ കഴിഞ്ഞില്ല. 12 കിലോയോളം ഭാരമുള്ള കല്ലായിരുന്നു അത് എന്നാണ് പിന്നീട് കണ്ടെത്തിയത്.
55 അടി താഴ്ചയിലും ഗുഹാമുഖത്ത് നിന്ന് 150-ലധികം അടി അകലെയുമായിരുന്നു അയാൾ അപ്പോൾ ഉണ്ടായിരുന്നത്. സാൻ ഗുഹയിൽ ഫ്ലോയിഡിന്റെ വേദനാജനകമായ കഥ ആരംഭിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഗുഹയിൽ ഇളകിയിരുന്ന മറ്റ് കല്ലുകളും മണ്ണും അയാളുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ കല്ലും മണ്ണും വന്ന് അയാളെ മൂടിക്കൊണ്ടിരുന്നു. തന്റെ ദുരന്തം പൂർണ്ണമായി എന്ന് ഫ്ലോയിഡിന് മനസ്സിലായി. നിസ്സഹായമായ അയാളുടെ നിലവിളികൾ പക്ഷേ ഗുഹയ്ക്ക് വെളിയിലേക്ക് എത്തിയില്ല. ഗുഹ ആ നിലവിളികൾ എല്ലാം വിഴുങ്ങിക്കളയുകയായിരുന്നു. ജനുവരി 30 രാത്രി അങ്ങനെ കടന്നുപോയി. ഫ്ലോയിഡ് തിരികെ വന്നില്ലല്ലോ എന്ന് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥർ പരസ്പരം പറയുകയുണ്ടായി. നിശ്ചിത സമയം കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, തീയതി ജനുവരി 31 ആയിരിക്കുന്നു. അപകടം എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല എങ്കിൽ അയാൾ തിരികെ വരേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഉള്ളിൽ ആശങ്ക പെരുക്കാൻ തുടങ്ങി. എന്തായാലും അവർ ഗുഹാമുഖത്തേക്ക് പുറപ്പെട്ടു. അവിടെ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരമായി ഫ്ലോയിഡിന്റെ കോട്ട് ഗുഹാവാതിൽക്കൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിയുകയുണ്ടായി. അതെന്തായാലും അവരാദ്യം ഗുഹാ കവാടത്തിൽ നിന്ന് ഫ്ലോയിഡിനെ പേരെടുത്ത് കുറെ നേരം വിളിച്ചു. അകത്തു നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല. രണ്ടും കൽപ്പിച്ച് അതിലൊരാൾ ഗുഹയിലേക്ക് കയറി. ഫ്ലോയിഡ് പോയ അതേ വഴിയിലൂടെ അയാൾ നടന്നു നീങ്ങി. അതേ രീതിയിലൂടെ കുറെ നേരം ചെന്നു കഴിഞ്ഞിട്ടും ഫ്ലോയിഡിനെ സംബന്ധിച്ച യാതൊരു തെളിവും ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ മുന്നോട്ടു പോകാൻ അയാൾക്ക് തോന്നിയില്ല. അയാൾ വല്ല വിധേനയും പുറത്തെത്തി ഫ്ലോയിഡ് ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന വിവരം മറ്റുള്ളവരെ അറിയിച്ചു. ആ വിവരം കാട്ടുതീ പോലെ പടർന്നു. സാൻ കേവിനുള്ളിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു. ആളുകൾ ഓടിക്കൂടി. അതിൽ ഫ്ലോയിഡിന്റെ പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. അതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങളും ആരംഭിക്കുകയുണ്ടായി. ഗുഹയുടെ വിസ്തീർണം വർദ്ധിപ്പിച്ച് ഫ്ലോയിഡിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് അവരാദ്യം നടത്തിയത്. എന്നാൽ പറയും പോലെ അതത്ര എളുപ്പം ആയിരുന്നില്ല. രക്ഷാപ്രവർത്തകർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ ഫ്ലോയിഡിന്റെ സഹോദരൻ ഹോമർ അത്യന്തം സാഹസികമായ ആ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവുകയുണ്ടായി. തന്റെ സഹോദരനെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അയാൾ ഗുഹയിലേക്ക് പ്രവേശിച്ചു. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്നാണല്ലോ പറയപ്പെടുന്നത്. ഒടുവിൽ ഹോമർ സഹോദരനെ കണ്ടെത്തി. സഹോദരങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ അത്യന്തം ഹൃദയസ്പർശി ആയിരുന്നു. ഫ്ലോയിഡിന് അത്യധികം സമാധാനവും സന്തോഷവും തോന്നുകയുണ്ടായി. ഹോമറും ആശ്വസിച്ചു. ഭയപ്പെട്ടതുപോലെ സഹോദരന് ജീവഹാനി സംഭവിച്ചിട്ടില്ലല്ലോ എന്നതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം. ഹോമറിന് ഒറ്റയ്ക്ക് ഫ്ലോയിഡിനെ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ. അതുകൊണ്ട് ഉടനെ തന്നെ ചേട്ടനെ രക്ഷിക്കും എന്ന വാക്ക് നൽകി ഹോമർ തിരികെ മടങ്ങി. ഫ്ലോയിഡിന്റെ അതിജീവനം ദുഷ്കരമാണെന്ന് മനസ്സിലായതോടെ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലായി. പ്രാദേശിക സംസ്ഥാന മേഖലകളിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, ജിയോളജിസ്റ്റുകൾ, ഗുഹാപരിശീലകർ എന്നിവരെ വിളിച്ചു വരുത്തുകയുണ്ടായി. പരമ്പരാഗത മാർഗങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഖനി തൊഴിലാളികൾ അദ്ദേഹത്തെ കണ്ടെത്താൻ ഒരു ഷാഫ്റ്റ് കുഴിക്കാൻ തുടങ്ങി. സാൻ ഗുഹയിൽ നിന്ന് ഫ്ലോയിഡിനെ പുറത്തെത്തിക്കുന്നതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ രക്ഷാപ്രവർത്തകർ രാവും പകലും ദീർഘനേരം ജോലി ചെയ്തു. പക്ഷേ അതിനിടയിൽ അവർക്കും പല പ്രതിബന്ധനങ്ങളും നേരിടേണ്ടി വന്നു. മഴയും തണുപ്പും ഗുഹയുടെ തകർച്ചയും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. രക്ഷാപ്രവർത്തകർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഫ്ലോയിഡ് ഗുഹയിൽ കുടുങ്ങിയ വാർത്ത പ്രധാന വാർത്തയായി പത്രങ്ങളിലും റേഡിയോയിലും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഫ്ലോയിഡിനെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് കാണാൻ നിരവധി ആളുകൾ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും വന്ന് സമീപത്തുള്ള ഹോട്ടലുകളിൽ മുറിയെടുത്തു. പത്രക്കാർ ഗുഹാമുഖത്ത് കെട്ടിക്കിടന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇടയിൽ കേവ് സിറ്റിയെ സംബന്ധിച്ച കഥ വളരെ വലിയ ഒരു കഥയായി മാറി. സാൻ കേവിന്റെ മുഖത്ത് ഒരു കാർണിവൽ അന്തരീക്ഷം പടർന്നു. ഭക്ഷണപാനീയങ്ങൾ, സുവനീറുകൾ എന്നിവ വിൽക്കുന്ന കച്ചവടക്കാർ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആയിരക്കണക്കിന് കാഴ്ചക്കാർ കേവ് സിറ്റിയിൽ എത്തി. ക്രമസമാധാനം നിലനിർത്താൻ സംസ്ഥാനം സൈന്യത്തെ അയക്കാൻ നിർബന്ധിതരായി. ഇതിനിടയിൽ വീണ്ടും ഹോമർ ഗുഹയ്ക്കുള്ളിൽ കയറി. സഹോദരനെ രക്ഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം. കൂടാതെ ഒരു പത്രപ്രവർത്തകനും ഫ്ലോയിഡിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയുണ്ടായി. വില്യം ബർക്ക് മില്ലർ എന്നായിരുന്നു അയാളുടെ പേര്. എന്നാൽ അവർക്കാർക്കും ഇതിൽ പൂർണ്ണ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫ്ലോയിഡിന്റെ ദേഹത്തെ മൂടിയിരുന്ന കല്ലും മണ്ണും കുറെയൊക്കെ നീക്കാൻ സാധിച്ചുവെങ്കിലും അയാളെ പുറത്തെത്തിക്കാൻ അവർക്കും കഴിഞ്ഞില്ല. ഇതിനിടയിൽ കാഴ്ചക്കാരായി എത്തിയ ആളുകൾ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിക്കാൻ തുടങ്ങി. അതും ഫ്ലോയിഡിന് ദോഷകരമായിട്ടാണ് ബാധിച്ചത് എന്നാണ് പിന്നീട് കണ്ടെത്തിയത്.
ചൂട് കാരണം ഗുഹാമുഖത്തെ മഞ്ഞ് ഉരുകാൻ തുടങ്ങി. ഗുഹയ്ക്കുള്ളിൽ അധികം വൈകാതെ വെള്ളം നിറഞ്ഞു. അതിനു പുറമെ ഗുഹയിൽ നിന്ന് മണ്ണിടിച്ചിലും ആരംഭിച്ചു. ഫ്ലോയിഡിനെ കൂട്ടിക്കൊണ്ട് പോയേ തീരൂ എന്ന മട്ടിൽ മരണം സമർത്ഥമായി കരുക്കൾ നിരത്തുന്നത് പോലെയായിരുന്നു എല്ലാ സംഭവങ്ങളും നടന്നത്. മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അവിടെ വിഫലമായി മാറി. അങ്ങനെ കടന്നുപോയത് 1 2 ദിവസങ്ങളായിരുന്നില്ല, 17 ദിവസങ്ങളാണ് കടന്നുപോയത്. 17 ദിവസം പല രീതിയിൽ ശ്രമിച്ചിട്ടും ഫ്ലോയിഡിനെ ഗുഹയ്ക്ക് വെളിയിൽ കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല. കുടുങ്ങിപ്പോയതിന്റെ 18ാം ദിവസം 55 അടി ഉയരമുള്ള ഒരു ലംബ ഷാഫ്റ്റ് വഴി രക്ഷാപ്രവർത്തകർ ഒടുവിൽ ഫ്ലോയിഡിന്റെ സമീപത്തെത്തി. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. ഫ്ലോയിഡ് കോളിൻസിന്റെ മൃതദേഹമാണ് അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഫ്ലോയിഡിന്റെ മൃതദേഹം അകത്തുവെച്ച് സൈൻ കേവ് അവർ അടച്ചു. പിന്നീട് വീട്ടുകാരുടെ ആവശ്യപ്രകാരം മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുകയുണ്ടായി. മതപരമായ ചടങ്ങുകളോടെ മാമൂത്ത് കേവ് ബാപ്റ്റിസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുകയുണ്ടായി. സാൻ കേവിൽ പല തവണ കയറി ഫ്ലോയിഡിന്റെ അഭിമുഖം തയ്യാറാക്കിയ ഒരു പത്രക്കാരനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. വില്യം ബർക്ക് മില്ലർ എന്ന പത്രക്കാരൻ ജീവൻ പണയം വെച്ചുള്ള ഈ റിപ്പോർട്ടിങ്ങിന്റെ പേരിൽ അദ്ദേഹത്തിന് പുലിസ്റ്റർ സമ്മാനം കിട്ടി എന്നത് ഈ സംഭവത്തിന്റെ അനുബന്ധമായിട്ടുള്ള മറ്റൊരു കഥ കൂടിയാണ്. ഫ്ലോയിഡ് കോളിൻസിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ദാരുണമായ സംഭവങ്ങളും രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും മാമൂത്ത് ഗുഹയുടെ ആസ്ഥാനമായ സൗത്ത് സെൻട്രൽ കെൻഡക്കിയിലെ ഗ്രാമീണ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ ഇതുവഴി വരാൻ കാരണമാവുകയും ചെയ്തു. പിന്നീട് റോബർട്ട് കെ മുറേ ആൻഡ് റോജർ ഡബ്ല്യു ബ്രക്കർ എന്നിവർ എഴുതിയ ട്രാപ്ഡ്, ഫ്ലോയിഡിന്റെ സഹോദരൻ ഹോമർ കോളിൻസും ജോൺ എൽ ലെഹർബർഗറും എഴുതിയ ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഫ്ലോയിഡ് കോളിൻസ് തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതകഥ പ്രതിപാദിക്കുന്നവയായിരുന്നു. ഫ്ലോയിഡ് കോളിൻസിന്റെ ജീവിതകഥ ലോകം ചുറ്റി സഞ്ചരിച്ച സംഗീത നാടകത്തിനും 1951 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ എസ് ഇൻ ദി ഹോളിനും പ്രചോദനമാവുകയുണ്ടായി. ഏറ്റവും പ്രധാനമായി ഫ്ലോയിഡ് കോളിൻസിന്റെ ജീവിതവും മരണവും കെൻഡക്കിയുടെ ഗുഹാരാജ്യത്തിലേക്കും അതിനെ സംരക്ഷിക്കാനുള്ള ആഗ്രഹത്തിലേക്കും രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും ഒടുവിൽ 1941 മാമൂത്ത് കേവ് നാഷണൽ പാർക്ക് സ്ഥാപിക്കുന്നതിലേക്ക് അത് നയിക്കപ്പെടുകയും ചെയ്തു. സാൻ കേവ് ട്രാജഡി കൂടാതെ മറ്റ് നിരവധിയായ ഗുഹാ അപകടങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ 2018 തായ്ലൻഡിലെ താങ് ലുവാങ് ഗുഹയിൽ കുട്ടികളുടെ ഫുട്ബോൾ ടീം കോച്ചിനൊപ്പം കുടുങ്ങിപ്പോയതാണ് ലോകം കണ്ട വലിയ സംഭവങ്ങളിൽ ഒന്ന്. ഗുഹയിൽ അപ്രതീക്ഷിതമായി വെള്ളം കയറിയത് മൂലമാണ് ഈ ദുരന്തമുണ്ടായത്. അന്ന് രക്ഷാപ്രവർത്തനം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു. അന്ന് 2009 അമേരിക്കയിലെ നട്ടിപുട്ടി ഗുഹയിൽ ജോൺ എഡ്വേർഡ് ജോൺസ് എന്ന യുവാവ് ഗുഹയിൽ കുടുങ്ങുകയും 24 മണിക്കൂറിന് ശേഷം മരണമടയുകയും ചെയ്തത് മറ്റൊരു സംഭവമാണ്. 2018 മേഘാലയയിലെ റാറ്റ് ഹോൾ കോൾ മൈനിൽ 15 തൊഴിലാളികൾ കുടുങ്ങി. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഏതാനും പേരെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഭാരതത്തിലെ ഡെറാഡൂണിൽ 2023 ഒരു ഗുഹാ ദുരന്തം സംഭവിക്കുകയുണ്ടായി. റോബേർട്സ് കേവിൽ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം സംഭവിക്കുകയും പലരും മരിക്കുകയും ചെയ്തു. കൊടൈക്കനാലിലെ ഗുഹാ കേവിലുണ്ടായ അപകടവും അതിജീവനവും നമുക്ക് ഓർമ്മയുള്ളതാണല്ലോ. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ഗുഹാ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അതിനെയെല്ലാം അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ദുരന്തമാണ് സാൻ കേവിൽ ഫ്ലോയിഡിന് അന്ന് സംഭവിച്ചത്. ആഴ്ചകളോളം മരണവുമായി മല്ലിട്ട് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ഗുഹയ്ക്കുള്ളിൽ നരകയാതന അനുഭവിച്ച് മരണമടയേണ്ടി വന്നു എന്നതാണ് ഫ്ലോയിഡിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും വ്യക്തമാക്കുന്നത്. അതിയായ സാഹസികത ചിലപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നൊരു പാഠം കൂടി സാൻ കേവ് അപകടത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുണ്ട്.